ഇങ്ങനെ വലിച്ച കട്ടിലോടെ മേലോട്ട് കയറും. ഇതെന്ത് ഭാവിച്ച? എഴുന്നേക്കാൻ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? എഴുന്നേക്ക്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താടി നിങ്ങളുടെ ഉദ്ദേശം എന്തുവാ? ഉറക്കം. നിങ്ങൾക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നു? ഇങ്ങനെ മലന്ന് കിടന്ന്. ഇവിടെ ഒരു പെണ്ണ് പ്രായമായി നിൽക്കുന്നുണ്ടെന്ന വല്ല ഓർമ്മയുണ്ടോ? അതിനിപ്പോ എന്താടി? നിങ്ങളുടെ പെങ്ങടെ മോക്ക് കല്യാണാലോചന തുടങ്ങി. ആരാ ചെറുക്കൻ? ആ വക്കീല്. അയാൾ ഇപ്പൊ അവിടെ തന്നെയാ തീറ്റയും കുടിയും കിടപ്പും ഒക്കെ. ഓ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് നടക്കില്ല. വക്കീലിന് ഇഷ്ടമാണെങ്കിൽ ആ കല്യാണം നടക്കട്ടെ. അങ്ങനെയെങ്കിലും ഭവാനിയുടെ കഷ്ടപ്പാട് തീരുമല്ലോ. നീ ഒന്നും ആലോചിക്കാതെ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാ വാ വാടി. നാത്തൂന്റെ ഒരു ഭാഗ്യം നോക്കണേ. തങ്കപ്പൻ ചേട്ടൻ മരിച്ചതേ പിന്നെ ആ കുടുംബം രക്ഷപ്പെട്ടത്. വലിക്കുന്നേ ഫോറിൻ സിഗരറ്റ് വലിക്കണം. ഇവിടെ ഉണ്ടല്ലോ സിഗരറ്റ് വലിപ്പിക്കാനല്ല, അത് എന്തിനുള്ള ഇതാണ് വക്കീല. എന്ന് മുതലാ ഈ പാസ്പോർട്ട് ഏജൻസി പണി തുടങ്ങിയത്? വക്കീൽ എന്താ ഒരു പുതിയ വകുപ്പുമായിട്ട്? ആരും അറിയാതെ ശ്രീദേവി അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി അങ്ങ് കൈ വെച്ചിരുന്നാ മതി. ശ്രീദേവിക്ക് രഹസ്യമായി പാസ്പോർട്ട് എടുത്തു അല്ലേ? വിസയും അടിച്ചു, NOCയും കിട്ടി. എന്ത് വേണം? വക്കീലേ, ഇതുവരെ ഞാൻ ആർക്കും പാസ്പോർട്ട് എടുത്ത് കൊടുത്തിട്ടില്ല. ഒരുപാട് മൂപ്പിച്ചുണ്ടല്ലോ. പാസ്പോർട്ടും വിസ ഇല്ലാതെ തന്നെ ഞാൻ അവൾ അമേരിക്കക്ക് കൊണ്ടുപോകും. ഇത് കാണണോ? ഈ നാട്ടിൽ കോടതിയും നിയമവും ഉണ്ടെങ്കിൽ, പോലീസും സർക്കാരും ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അത് നടക്കില്ല. അതിന് താൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? വധഭീഷണി IPC 506/1. നീ ഗണിക്കണ്ട, നിന്നെ ഞാൻ കോടതി ഏറ്റു. താൻ തൊലിക്കും. എന്നിട്ട് ആ തൊലി ഞാൻ നിനക്ക് എന്നെ തരും. ഞാനും ശ്രീദേവിയും തമ്മിൽ പ്രേമത്തില്ല. താൻ എന്നാ കോപ്പുണ്ടാക്കടോ? ഇടിച്ച് ഷേപ്പ്. വിഷ്ണു പ്രശ്നം ഉണ്ടാക്കരുത്. വിഷ്ണു പ്രശ്നം ഉണ്ടാക്കരുത്. വക്കീൽ സാർ പോണം. വക്കീൽ സാർ പോണം. ദയവീത് പോണം. താൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ പ്ലീസ്. നമ്മൾ സംസ്കാരമുള്ളവരല്ലേ. വിഷ്ണു പ്ലീസ് പ്ലീസ് ക്ഷമിക്കും. ഈ കഴിവറവനെ ചവിട്ടുട്ടോ. വേണ്ട, കാല് നാറും. അത് വേണ്ട. ഇതും വേണ്ട. പിന്നെ ദേ ഈ TV കൊള്ളാം. ആ അമ്മ കണ്ട നിങ്ങളുടെ കല്യാണം ഉടനെ നടത്തി തരും. അമ്മയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ, ശ്രീദേവിക്ക് കൂടി ഇഷ്ടപ്പെടണ്ടേ? എല്ലാ ദേവിമാർക്കും ഇഷ്ടപ്പെടും. ഇത് തീരെ ചെറുതായി പോയില്ലേ തോമസുട്ടി? വെള്ളത്തിലിട്ടാ മതി, വീർത്ത് വരും. വെറുതെ കൊടുക്കുന്നതല്ലേ, ഇത് മതി. ഈ TV ഒന്ന് പാക്ക് ചെയ്ത്. സാർ, ഇതിന്റെ റിമോട്ട് കൺട്രോളിലെ മോഡൽ എടുക്കട്ടെ? വേണ്ട, പ്രസന്റേഷൻ കൊടുക്കാനാ. ഇതൊക്കെ മതി. പൊതിഞ്ഞിട്ട് ബില്ല് എഴുത്. ഈ TV-യിലൂടെ ശ്രീദേവി കാണുന്നത് തപ്പും തുടിയുമല്ല, അവളുടെ എല്ലാമായ വിഷ്ണുവിനെ ആയിരിക്കും. ഈ TV അവിടെ ഇരിക്കുമ്പോഴെല്ലാം ആ തള്ള നന്ദിയോടെ വിഷ്ണുവിനെ ഓർമ്മിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവന്റെ കെയർ ഓഫിൽ എനിക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഉറപ്പിക്കാം. ഷ്വർ. മാത്രമല്ല വക്കീൽ ക്ലീൻ ഔട്ട്. അവിടെ തന്നെ തോമസുട്ടി സാധനം അയച്ചെടുക്ക്. ഓക്കെ. ഇതാ വക്കീലിന്റെ വണ്ടിയില്ലേ? അതെ, അയാൾ പോയിട്ട് അയച്ചാ മതി. 14 ஆண்டு நீங்கள் காணத்தில் அலைந்து தெரிய போகும் அந்த கொடுமையான சம்பவம் நான் அமைச்சனாக இருந்த காலத்தில் நடைபெற்றது என்ற அபகீர்த்தியை போல சுமந்து கொள்ள தயாராயிருக்கிறேன். ஆனால் தங்கள் பால அன்பு പിന്നെ അമ്മേ, ഇതാണ് റിമോട്ട് കൺട്രോൾ. ഇവിടെ ഞെക്കിയാൽ പടം വരും, ഇവിടെ ഞെക്കിയാൽ പടം വെക്കും. അമ്മയ്ക്ക് ഇരുന്നും കിടന്നും TV ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ജയശ്രീക്ക് ഇഷ്ടമായോ? ഇതൊന്നും വേണ്ടായിരുന്നു. വക്കീലിന് ഒത്തിരി കാശായി കാണും. ഇതൊക്കെ എന്റെ കടമയല്ലേ? ഇൻഷുറൻസ് കിട്ടുമ്പോ ഇതിന്റെ കാശ് എടുത്തിട്ട് ബാക്കി തന്നാ മതി. കാശല്ല, നിങ്ങളുടെയൊക്കെ സ്നേഹവും സന്തോഷവുമാണ് എനിക്ക് വലുത്. എപ്പോ വന്നു? ഇപ്പൊ വന്നുള്ളൂ. ഹലോ അമേരിക്ക, എന്താ വിശേഷിച്ച്? ഒന്നുമില്ല. ആഹാ, വിഷ്ണു കേറി വാ, കുറച്ചു നേരം സിനിമാ പടം കണ്ടേച്ച് പോവാ. വക്കീലെങ്കിൽ TV ഒക്കെ മേടിച്ചു തന്നു. ദേ നോക്ക്, ഇവിടെ ഞെക്കിയ പടം വരും, ഇവിടെ ഞെക്കിയ പടം പോകും. കിടന്നോണ്ട് കാണാം. ദേ കേറി വാ. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേരം പോക്ക് വേണ്ടേ? പിന്നെ ഇത് ചെറിയ TV അല്ല, വലുതാ. റിമോട്ട് കൺട്രോളും ഉണ്ട്. അല്ല, പോയിട്ട് അല്പം ധൃതിയുണ്ട്, അതുകൊണ്ടാ. പറ്റേ? ആയിക്കോട്ടെ. അമ്മേ, ചിത്രമഞ്ജരി തുടങ്ങാറായി. നല്ല പാട്ടുകൾ കാണാം. എന്നാ വാ. വരൂ വരൂ ശ്രീദേവി, പ്ലീസ്. ആ വക്കീലിന് ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്കിനി വേറൊരു കളി കളിക്കാം. കളിച്ചിടത്തോളമൊക്കെ മതി.
തന്റെ വാക്ക് കേട്ട് ഞാൻ ചെയ്തത് മുഴുവൻ വഷളായി. ടി വിയിലൂടെ ശ്രീദേവി എന്നെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? തൃപ്തിയായില്ലേ? വിഷ്ണു, നമ്മൾ ജയിച്ചു തന്നെയാണ് നിൽക്കുന്നത്. ആ ടി വി കാണും തോറും ശ്രീദേവിക്ക് വക്കീലിനോടുള്ള ദേഷ്യവും കൂടും. അത് നമ്മൾ മുതലാക്കണം. മുതലാക്കിയിടത്തോളൊക്കെ മതിയിടോ. നാളെ കാലത്ത് തന്നെ ആ ടി വി കടയിൽ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് അതിന്റെ കാശ് മേടിച്ചോണ്ട് കൊണ്ട് വന്നാൽ മതി. മനസ്സിലായോ? മനസ്സിലായി. ആ, എന്നാ അത് മതി. വിഷ്ണു, എനിക്ക് ഒരു ചാൻസ് കൂടി തരണം. ആ വക്കീലിനെ ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. അതിന് വഴിയുണ്ട്. പാരവയ്പ് കുലത്തൊഴിലായി സ്വീകരിച്ച കൂത്രപ്പള്ളിക്കാരൻ ഔസേപ്പിന്റെ മകൻ തോമസ് ഊട്ടിയാണ് ഞാൻ. ആ, വെക്ക്. ആ, പോ. നാരായണേട്ടന്റെ ഭാഗ്യം തെളിഞ്ഞു. ഇതെന്താ? ഈ കവറിനകത്ത് ടി വിയാണ്. ഇതാ തിളങ്ങുന്ന ആന്റിന. ആന്റണിക്ക് കൊടുക്കാനാ? ആന്റണിക്ക് കൊടുക്കാനല്ല, ആന്റിന. ടിവിയുടെ കിടുതാപ്പ് മേളില്. അല്ല, നീ വളച്ചൊടിക്കാത്ത കാര്യം പറ. ആ, പറയാം. ആദ്യം ഈ കട കംപ്ലീറ്റ് ഇടിച്ച് പൊളിക്കണം. അത് പള്ളി പറഞ്ഞാ മതി. പള്ളിക്കാരാണോ ഒന്ന് പൊളിക്കുന്നത്? ചേട്ടാ, ഇവിടെ ഒരു 5 സ്റ്റാർ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയും. അതിന്റെ മുതലാളിയായി നാരായണേട്ടൻ ഇവിടെ വെലസ്. കാഞ്ചീപുരം പട്ടുസാരി ചുറ്റി സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് സൊസൈറ്റി ലേഡിയായി ജാനുവയുടെ ഇവിടെ ഇങ്ങനെ ഒഴുകി നടക്കും. മതി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആദ്യം എന്താണെന്ന് എനിക്കും ഒന്നും മനസ്സിലായില്ല. ഒരു ടി വി വാങ്ങിച്ചു തന്നിട്ട് ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴല്ലേ അറിഞ്ഞത്. എന്തോന്ന്? പ്രേമമാ. ഇവിടുത്തെ ശോഭയും ആ വക്കീല് വാസുദേവും തമ്മിൽ. ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനാണ് ടി വിയും തന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ആര്? മരുമോൻ വക്കീൽ വാസുദേവ്. ഇന്നോ നാളെയോ വക്കീല് ആലോചനയുമായിട്ട് വരും. 5 പൈസ സ്ത്രീധനം കൊടുക്കാതെ നിനക്ക് മകളെ കെട്ടിച്ചയക്കാം. പിന്നെ വക്കീലിനാണ് കാശുണ്ടാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ശോഭയുടെ നിങ്ങളുടെയും ഭാഗ്യം. ഞാനിവിടത്തെ എന്നെ മറക്കരുത്. എന്നെ ഒരു ബ്രോക്കറായിട്ട് കാണുകയും വരുത്. ഒരിക്കലും ഇല്ല. നിങ്ങൾ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വേഗം ടി വി എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കേ. ആരും കാണണ്ട, ചുറ്റും അസൂയക്കാരാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം. ടി വി കാണിച്ച് നാരായണേട്ടനെയും ജാനുവേടത്തെയും മയക്കി ശോഭയെ കെട്ടുവന്ന് ആ ഏലാ വക്കീലിനോട് ആണയിട്ട് പറഞ്ഞു. പിന്നെ ടി വിയുടെ വില അത് ഇൻഷുറൻസ് കിട്ടുമ്പോ പലിശ സഹിതം അങ്ങ് തിരിച്ചു മേടിക്കുമെന്നും അയാൾ എന്നോട് പറഞ്ഞു. വക്കീൽ ആരാ മോൻ? എന്നാലും വക്കീൽ എങ്ങനെ? വക്കീൽ എങ്ങനെ? അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? അതാണ് വക്കീലിന്റെ വിജയം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അമ്മ നേരിട്ട് പോയി കാണുമ്പോ മനസ്സിലാവും. ജാനുവേടത്തി ടി വി കണ്ട് രസിക്കുന്നു. നാരായണേട്ടൻ കടയും പൂട്ടി അവരോടൊപ്പം ഇരിക്കുന്നു. ശോഭയ്ക്കാണെങ്കിൽ ഖുഷി. ഖുഷിയോ? ആ, ഖുഷി. ഖുഷി എന്ന് പറഞ്ഞാൽ ഹിന്ദി സന്തോഷം. എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ വട്ടം കൂടിയിരുന്ന കടയിൽ ആരെങ്കിലും വേണ്ടേ? ഭവാനിയ വാ ഇരിക്കേ, കുറച്ചേരം പടം കാണാം. ടി വി ഒക്കെ മേടിച്ചോ? വാങ്ങിച്ചു തന്നു വക്കീൽ. എന്താ നിർത്തിക്കളഞ്ഞത്? വക്കീല് മേടിച്ചു തന്നാ പറഞ്ഞാലെന്താ? അങ്ങേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ വാങ്ങിച്ചു തന്നത്. അതാ അതിന്റെ സത്യം. അയാൾ വാങ്ങി തരുമ്പോ വേണ്ട എന്ന് പറയുന്നത് ശരിയാണോ? ഏയ്, ഒട്ടും ശരിയല്ല. എനിക്കിഷ്ടപ്പെട്ടു. എന്തിഷ്ടപ്പെട്ടെന്ന്? ടി വി. ഓ, ശ്രീദേവിയുടെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ശ്രീദേവിയുടെ വീട്ടിലല്ല, എന്റെ വീട്ടിൽ. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. എന്ത് ടി വി? ഏത് ടി വി? തോമസ് ഊട്ടിയുടെ കയ്യിൽ വാസോട്ടൻ വീട്ടിൽ കൊടുത്തുവിട്ട ടി വി. ഈ വാസോട്ടൻ എന്താ ഒന്നും അറിയാത്ത പോലെ. വാസു വേട്ടനോ? ഇനി ഞാൻ അങ്ങനെ വിളിക്കും. എന്നാ നടത്തേണ്ടതെന്ന് അച്ഛൻ ചോദിച്ചു. എന്ത്? വിവാഹം ഗുരുവായൂർ വെച്ച് നടത്താനാ അമ്മയ്ക്കിഷ്ടം. ഗുരുവായൂർ വേണ്ട, ശബരിമലയിൽ വെച്ചായാലോ? അയ്യോ, അച്ഛനും അമ്മയ്ക്കും പ്രായമായി. മല കയറാൻ ബുദ്ധിമുട്ടാ. നമുക്ക് ഗുരുവായൂർ വെച്ച് മതി വാസോട്ടോ. അതിരിക്കട്ടെ, ഈ ടിവിയുടെ വിവരം ശ്രീദേവി അറിഞ്ഞോ? അറിഞ്ഞു കാണും. അമ്മായി ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. ടി വി കണ്ടു. പെട്ടെന്ന് നടത്തണമെന്ന് അമ്മായിയും പറഞ്ഞു. അമ്മ പർച്ചേസിങ് കഴിഞ്ഞ് ഇപ്പൊ ഇതുവഴി വരും. അപ്പോ ഇതാ അമ്മ എന്ന് പറഞ്ഞ് വിഷ്ണു ആപ്പിൾ കൊടുക്കണം. ടിവിയുടെ കാര്യത്തില് വക്കീലിനോട് ഇപ്പൊ അത്ര രസത്തിലല്ല. ഇതൊരു പറ്റിയ സന്ദർഭമാണ്. അമ്മ വീണത് തന്നെ. നിന്റെ ടി വി പാര ഏറ്റത് കൊണ്ട് ഞാൻ ഇതിനെ സമ്മതിക്കാം. അമ്മേ, അമ്മയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിട്ട് വരിക.
അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്നെയും ശ്രീദേവിയും തമ്മിൽ അകറ്റാൻ വേണ്ടി കുബുദ്ധികൾ പല കുതന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ വരയിൽ അമ്മയെ പോലെ ബുദ്ധിയുള്ള ഒരു സ്ത്രീ വീഴുകയെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുള്ള വീട്ടിലെല്ലാം വക്കീല് ടി വി വാങ്ങിച്ചു കൊടുക്കുമെന്നാ എല്ലാരും പറയുന്നത്. ഈശ്വര, അമ്മയ്ക്കല്ലാതെ വേറൊരു കുഞ്ഞിന് ഞാൻ ടി വി. അമ്മേ, നാരായണൻ ചേട്ടന്റെ വീട്ടിൽ ടി വി വാങ്ങിച്ചു കൊടുത്തത് ഞാനല്ല. ഓ, പിന്നെ ടി വി താനേ പറഞ്ഞ അവിടെ ചെന്നിരിക്കുവോ? ആങ്ങളേക്ക് ടി വി വാങ്ങിക്കാനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാം. അതെനിക്കും അറിയാം. ഇത് വേറെ ആരോ ടി വി വാങ്ങിച്ചു കൊടുത്തിട്ട് എന്റെ പേര് പറഞ്ഞിരിക്കുക. അതിന്റെ ആവശ്യം നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ. അമ്മേ, അവനെ കണ്ടുപിടിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി ഞാൻ സത്യം പറയിക്കും. ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്റെ വക്കീൽ. എന്നാലും ബില്ല് കിട്ടി. കിട്ടിയോ? അമ്മേ, കണ്ടോ? ദാ ടി വി വാങ്ങിച്ച ബില്ലിന്റെ കോപ്പി ആ കടയിൽ നിന്ന് ഞാൻ സംഘടിപ്പിച്ചെടുത്തതാ. ആരുടെ പേരിൽ ആ ടി വി വാങ്ങിച്ചിരിക്കുന്നത് നോക്കിയേ. തോമസ് കുട്ടി, കൂത്രപ്പള്ളി വീട്. ഇപ്പൊ അമ്മയ്ക്ക് വിശ്വാസമായോ? ആ മാങ്ങാത്തലേനെ എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഇടിച്ചവന്റെ ഷേപ്പ് ഞാൻ അത് തന്നെ. അമ്മ കയറിയട്ടെ, ഞാൻ വീട്ടിൽ ഞാനും കൊണ്ടുവന്നു വിടാം. വരണം. ഇതൊന്ന് തുറന്നേ. ഞാൻ തുറന്നു. അങ്ങനെ വിട്ടൊക്കത്തില്ലല്ലോ. ഞാൻ അപ്പുറത്ത് തുറക്കാം. സമാധാനമായല്ലോ. പാരവെപ്പ് കുലത്തൊഴിലാക്കി മാറ്റിയ കൂത്രപ്പള്ളിക്കാരൻ ഔസേപ്പിന്റെ മകൻ തോമസ് കുട്ടി ഒരു കാര്യം ചെയ്തോണം. ഈ നിമിഷം തന്നെ നാരായണന്റെ വീട്ടിൽ പോയി ടി വി അഴിച്ച് തിരിച്ചെടുത്തോളാം. അത് എടുക്കടാ. എന്താ തോമസ് കുട്ടി കാണിക്കുന്നത്? എന്താ ഇത്? ആ വക്കീലിന്റെ സ്വഭാവം ശരിയല്ല. ആദ്യം പറഞ്ഞ് ടി വി ഇവിടെ കൊണ്ട് തരാൻ, ഇപ്പൊ പറഞ്ഞ് തിരിച്ചെടുത്തോണ്ട് അങ്ങോട്ടേയല്ല. അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റത്തിന് എന്താ കാരണം? ഞാൻ വളരെ നിർബന്ധിച്ചപ്പോ വക്കീല് കാര്യം പറഞ്ഞു. ശ്രീദേവിയുടെ അമ്മ പറഞ്ഞിട്ടാ ഇത്. അവർക്ക് ഇവിടെ ടി വി ഇരിക്കുന്ന ഇഷ്ടമല്ല, അതാ കാര്യം. അല്ലെങ്കിൽ അവർക്ക് പണ്ടേ അസൂയ. അന്ന് വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഇവിടെ ആരും നന്നാവത് അവർക്ക് ഇഷ്ടമല്ല. വക്കീല് തന്നെ ശ്രീദേവിയെ കെട്ടണമെന്ന് തള്ളക്ക് ഭയങ്കര നിർബന്ധം. വക്കീല് ചെയ്ത് ഏതായാലും ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. അത് പിന്നെ പെണ്ണുങ്ങൾ പറഞ്ഞ അനുസരിക്കാത്ത ആണുങ്ങളുണ്ടോ? ഞാൻ ആ ടി വി ഒന്ന് എടുത്തോട്ടെ, ഒന്ന് മാറിക്കേ. ആ, ആന്റണിയും കോപ്പും ഒക്കെ പോയി. ട്രെയിനിലെങ്ങാനും വരുമോ? അളിയ അതോ വെളുത്ത ആളാണ്. അളിയൻ വെളുത്തില്ല, അളിയൻ കറുത്തായിരിക്കും. മത്തായി ചേട്ടോ. വിഷ്ണു കുഞ്ഞേ, ചേട്ടൻ കുറച്ച് ചെറുപ്പമല്ലോ. കുഞ്ഞു കുറച്ച് തടിച്ചു, കുറച്ച് വെളുക്കുകയും ചെയ്തു. ഓ അത് പറയാൻ നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കണ്ടു. ഇതെന്റെ ഭാര്യയുടെ സഹോദരൻ തോമസ് കുട്ടി. ഒരു സഹായത്തിന് കാർ അവിടെ ഉണ്ട്. അപ്പൊ ലഗേജ് ഒക്കെ ഇത്ര തന്നെ. അമേരിക്കയിൽ നിന്ന് വന്നിട്ടോ? പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പല്ലേ, അതുകൊണ്ടാ. ഓരോരുത്തർ അമ്പലപ്പുഴ പോയിട്ട് വന്നിട്ട് പാൽ പായസം ഉൾപ്പെടെ ഇതിന്റെ ഇരട്ടി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഹലോ മിസ്റ്റർ വിഷ്ണു. ഹായ് സ്റ്റീഫൻ. അപ്പോ പിന്നെ കാണാം. തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്യാം. ഓക്കെ ഓക്കെ. സീ യു. See you. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ബൈ Bye. അതാരാ വിഷ്ണു? സ്റ്റീഫൻ ഡിസൂസ. ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാ. ബോംബെന്ന് കയറിയതാ. ബിസിനസ്സുകാരനാ. എന്റെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു. പോവാം. സ്റ്റീഫൻ ഡിസൂസ, നല്ല പേരല്ലേ? വണ്ടി വിട്. ഓ, മത്തായി ചേട്ടൻ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് വിശേഷം? അല്ല, ഇത്തവണ അമ്മയെന്നാ പറഞ്ഞു വിട്ടിരിക്കുന്നേ. തലയിൽ എണ്ണ തേക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. പുതുതായിട്ടൊന്നുമില്ലല്ലോ. അച്ഛൻ എന്നോടൊന്നും പറയില്ല. ദേഷ്യ. മേനോന്റെ ധാരണ ഈ വീട് വിൽക്കാത്തതിന്റെ കാരണം ഞാനാണെന്നാ. വിഷ്ണുവിന് സത്യം അറിയാലോ. അമ്മയ്ക്ക് ഈ വീടിനോട് എന്തോ ഒരു അടുപ്പം. ഈ വീട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാനും എന്റെ അളിയനും ഒക്കെ ജീവിച്ചു പോണു. അല്ല, തോമസ് കുട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയാം. ഒറ്റ തടിയാ. ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറാ. ഓവർ സ്പീഡിന് സസ്പെൻഷനിലാണ്. ഉടനെ കയറും. അളിയൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. സഹായത്തിന് ഞാനിങ്ങി പോന്നു. ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്ന ഞാനാ. തോട്ടം നനയ്ക്കല്, തറ തുടയ്ക്കല്, പാചകം. ഞാൻ ഇവനോട് പറഞ്ഞതാ, ത്രേസ്യാമ്മക്കും മക്കൾക്കും കൂട്ടായി അങ്ങ് വീട്ടിൽ നിന്നോളാൻ. ചുമ്മാതാ. സംഗതി പെങ്ങടെ വീടാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ എന്റെ അളിയൻ അങ്ങനല്ല, ചുമ്മാ തിന്നും. അതെന്തുവാ? ഇതെന്താ, പണക്കിഴിയാണോ? പണക്കിഴിയൊന്നുമല്ല, റോയൽ സല്യൂട്ട് വിസ്കി. അയ്യോ, തോമസ് കുട്ടി. ഓ, എടുത്ത് കഴിച്ചോ. ഓ, കഴിച്ചോളാം. പിന്നെ മത്തായി ചേട്ടാ, ഞാൻ ഒരു കാറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്താ? റെഡി. നാളെ രാവിലെ കാറ് മുറ്റത്തുണ്ടാവും. ഞാൻ കുടിച്ചിട്ട് വരാം. ഓ,
ഇത് കണ്ടോ, ഇവിടെങ്ങും കണി കാണാൻ കിട്ടാത്ത പുള്ളിയാ. റോയൽ സല്യൂട്ട്. റോയൽ ഫാമിലിക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ മാത്രം കഴിക്കുന്നു. ഇതിവിടെ ഇവിടെ കാറ്. ദാ. ആ. അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നത് ഈ വാർണിഷ് കുടിക്കാനായിരുന്നു. ഇതിൽ നല്ല ഒന്നാന്തര സാധനങ്ങൾ അവിടെ കിട്ടുമായിരുന്നല്ലോ. എന്താ കീയോ? കീ. ഈ പോക്കറ്റിലുണ്ട്. ദാ. ഓക്കേ. തോമസ് കുട്ടി, ഓ, യു ഡ്രൈവ്. ആ, ഓക്കേ. യു ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യാം. ആ, ചെയ്യാം. കേറ്. തോമസ് കുട്ടി, പ്ലീസ് ഗെറ്റ് ഇൻ. വാർണിഷ് തലക്കി പിടിച്ചതാണ്. വിട്ടോ. ഓ, ഞാനാണല്ലോ ഡ്രൈവ്. ഒന്ന് ചോദിച്ചോട്ടെ? 1, 2, 3 എത്ര വേണേലും ചോദിച്ചോ. ഈ വക്കീൽ വാസുദേവന്റെ വീട് ഏതാ? ഈ ഇല്ല, വക്കീൽ വാസുദേവ്. വക്കീൽ വാസുദേവ്? അതെ, നമ്മുടെ വക്കീല്. മിസ്റ്റർ ലംബോദരൻ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള വക്കീലന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഞാൻ. ഇതിനു മുമ്പ് ഞാൻ വക്കീലന്മാരെ കണ്ടിട്ടില്ല സർ. ഇടയ്ക്കേറി സംസാരിക്കരുത്. അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ്. ഭൂമിയോളം ക്ഷമ വേണ്ട ഒരു ജോലി ചെയ്യാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? സാറ് വളരെ വ്യത്യസ്തനായ ഒരാളാണെന്ന്. കറക്റ്റ്. ഈ ക്രിമിനൽ ലോയർ, സിവിൽ ലോയർ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഞാൻ ആ വകുപ്പിലൊന്നും പെടുന്നില്ല. എന്റെ പ്രവർത്തനത്തെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ മദർ തെരേസ ചെയ്യുന്നത് പോലെ? പൂർണ്ണമായും അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ വ്യക്തമാക്കാം. ദിവസവും റോഡ് അപകടങ്ങളിൽ എത്രയോ പേർ കൊല്ലപ്പെടുന്നു. എത്രയോ പേർക്ക് ഒടിവും ചതവും പൊട്ടലും സംഭവിക്കുന്നു. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും അപകടം പറ്റുന്നവർക്കും സഹായഹസ്തവുമായി ഞാനെത്തും. മനസ്സിലായില്ല സാർ. മനസ്സിലാക്കി തരാം. ഓഫീസിലേക്ക് നടന്നു വരികയായിരുന്ന നിങ്ങളെ പാഞ്ഞു വന്ന ഒരു മോട്ടോർ സൈക്കിൾ ഇടിച്ചു തെറിപ്പിച്ചു. നിങ്ങളുടെ വലതുകാൽ ഒടിഞ്ഞു. അയ്യോ, എപ്പോ? അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. ചെറുപ്പക്കാരനായ നിങ്ങളുടെ ഇനിയും എത്രയോ കാലം അമർത്തിച്ചവിട്ടേണ്ട കാലിനാണ് ബലക്ഷയം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ രക്ഷയ്ക്ക് ഞാൻ എത്തുന്നു. ആ മോട്ടോർ സൈക്കിൾ ഇൻഷുർ ചെയ്ത കമ്പനിക്കെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുന്നു. നിങ്ങളുടെ കാലിന്റെ വില 2 ലക്ഷമായി നിശ്ചയിക്കുന്നു. 2 ലക്ഷമോ? അതെ, നഷ്ടപരിഹാരം. കേസ് MACT എത്തുന്നു. MACT എന്ന് പറഞ്ഞാൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ അഥവാ വാഹനാപകട നഷ്ടപരിഹാര കോടതി. നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഞാൻ കേസ് വാദിക്കുന്നു, ജയിക്കുന്നു, 2 ലക്ഷം കിട്ടുന്നു. എന്റെ കമ്മീഷൻ 30%, അതായത് 60,000 രൂപ. ബാക്കി 1,40,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നു. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി സാർ. ഓ, സാർ വളരെ വ്യത്യസ്തനായ ഒരു വക്കീൽ തന്നെ. തീർന്നില്ല, ഇനിയുണ്ട്. വാഹനാപകടത്തിൽ മാത്രമല്ലല്ലോ കൈയും കാലും ഒടിയുന്നത്. ആരെങ്കിലും തല്ലി ഓടിക്കാം, മറിഞ്ഞു വീണോടിയാം. അങ്ങനെയുള്ള കേസുകളും അതിവിദഗ്ധമായി വാഹനാപകടങ്ങളാക്കി ഞാൻ മാറ്റും. അപകടത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഡ്രൈവർമാരും വാഹന ഉടമകളും ഒക്കെ എന്റെ കസ്റ്റഡിയിലുണ്ട്. എന്റെ കമ്മീഷനിൽ നിന്നും കുറച്ച് അവർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഓ, സാർ ഒരു ജീനിയസ് തന്നെ. ഈ ജീനിയസിനോടൊപ്പം പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കണം. പിന്നെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? പത്രപരസ്യത്തിൽ ഞാൻ പറഞ്ഞത് തന്നെ, ക്യാൻവാസിംഗ്. അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാര കേസിന്റെ വക്കാലത്ത് എനിക്ക് വേണ്ടി ഒപ്പിട്ട് വാങ്ങണം. അവിടെ നിങ്ങളുടെ മിടുക്ക് തെളിയിക്കണം. കമ്മീഷൻ 3%. ശരി സാർ, ഞാൻ ഇന്നു മുതൽ വക്കീൽ സാറിന്റെ ക്യാൻവാസിംഗ് ഏജന്റ്. അങ്ങനെ വാചം അടിച്ചുകൊണ്ട് മാത്രമായില്ല. എനിക്ക് തിരക്കായതുകൊണ്ടാണ് ഞാൻ ഏജന്റിനെ വച്ചത്. പക്ഷെ എന്റെ കക്ഷികൾക്ക് എന്റെ അസാന്നിധ്യം അനുഭവപ്പെടരുത്. അതിന് നിങ്ങൾ എന്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിയിരിക്കണം. വരൂ. ശോഭേ, ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ ഒരു കേസിന്റെ കാര്യത്തിന് ഞാൻ ഹൈക്കോടതി വരെ പോയിരിക്കാണെന്ന് പറഞ്ഞാൽ മതി. ഹൈക്കോടതിയിൽ എന്ത് കേസ്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. നിന്നേ. എന്റെ സകല ഐശ്വര്യങ്ങൾക്കും കാരണം ഈ വാർഡാണ്. വലത് കാല് വെച്ച് അകത്ത് കയറിക്കോ. അമ്മാവാ, പേപ്പേഴ്സ് എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി പരമാവധി 2 ആഴ്ച. അത് കഴിഞ്ഞാൽ അമ്മാവൻ ലക്ഷപ്രഭുവല്ലേ.
അപ്പോ ഈ പാവം വക്കീലിന്റെ അമ്മാവൻ മറന്നു കളയരുത്. എനിക്ക് ഈ ജന്മം മോനെ മറക്കാൻ പറ്റുമോ? പശു കുത്താൻ വന്നപ്പോ ഒന്ന് മറിഞ്ഞു വീണതാ. ഇപ്പൊ 1 ലക്ഷമല്ലേ കിട്ടാൻ പോണത്. പിണങ്ങിപ്പോയ മക്കളെല്ലാം ഈ വിവരം അറിഞ്ഞാൽ അമ്മാവനൊന്ന് കൊത്തിക്കൊണ്ടു പോകും. അതിനിങ്ങ് വരട്ടെ. ആ അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. മോനിങ് അടുത്തു വാ. അങ്ങേയറ്റത്ത് 2 കാലടിഞ്ഞൊരു പയ്യൻ കിടപ്പുണ്ട്. എപ്പോഴാ വന്നത്? ഇന്നലെ സന്ധ്യക്ക്. വീട്ടുകാരോട് വഴക്കിട്ട് കിണറ്റി ചാടിയതാ. മോനൊന്ന് മുട്ടി നോക്ക്. ലംബോര സർ, കുറച്ച് ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ പെട്ടെന്ന് വേണം. ശരി സാർ. എന്റെ കാര്യം എന്തായി വക്കീലെ? ആ ചേട്ടന്റെ കേസ് അടുത്ത ആഴ്ച ട്രിബ്യൂണലിൽ വാദം കേൾക്കും. ഒറിജിനൽ ആക്സിഡന്റ് ആയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ നീങ്ങുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. വക്കീലിന് നിറയെ കേസാണല്ലോ. ഓ അങ്ങനൊന്നുമില്ല സിസ്റ്ററെ, തട്ടിയും മുട്ടിയും പോകുന്നു. വക്കീലിനെ രാജേന്ദ്ര ഡോക്ടർ അന്വേഷിച്ചിരുന്നു. ഓ മനസ്സിലായി. മറ്റേ കേസ് വിധിയായി വരും ഡോക്ടർ അറിഞ്ഞിരിക്കും. പുള്ളിക്കാരനെ വേണ്ട രീതിയിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞേക്കും. ആ ശരി സാർ 50 രൂപയ്ക്ക് വാങ്ങി, ഒട്ടും കുറയ്ക്കേണ്ടത് കരുതി. വെരി ഗുഡ്. വരൂ അനിയ, ഈ ആപ്പിൾ കഴിച്ചു. ഇത് സ്വന്തം ചേട്ടൻ തരുന്നതാണ് എന്ന് കരുതിയാൽ മതി. സ്വന്തം ചേട്ടൻ? അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടണം. അവൻ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത്. നിങ്ങൾ ആരാ? അത് അനിയന് ഗുണം കിട്ടാൻ പോകുന്ന ഒരു കാര്യം ചെയ്യാൻ വന്ന ആളാണെന്ന് കരുതിയാൽ മതി. ചേട്ടനുമായിട്ട് എന്താ പ്രശ്നം? ഇതൊക്കെ തിരക്കാൻ നിങ്ങൾ ആരാ? ചേട്ടനുമായി വഴക്കിട്ട് കിണറ്റിൽ ചാടി. അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? അതൊക്കെ അറിയും. ആ വീഴ്ചയിൽ നിന്ന് അനിയൻ കുതിച്ചു വരാൻ പോകുന്നത് ലക്ഷങ്ങളുമായിട്ടായിരിക്കും. ഈ കൈയും കാലും ഒടിഞ്ഞത് കിണറ്റിൽ ചാടിയല്ല, കാറടിച്ചാണെന്ന് ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞാൽ മതി. 2 ലക്ഷം കിട്ടും. അതിൽ 1 ലക്ഷം രൂപ എനിക്ക്, 1 ലക്ഷം രൂപ അനിയന്. ഞാൻ കിണറ്റിൽ ചാടിയത് കണ്ടവരുണ്ട്. അനിയനെ കാറടിച്ചതും കണ്ടവരുണ്ട്. എന്ത് പറയുന്നു? ലക്ഷം കിട്ടും? കിട്ടും. ഞാൻ ചില പേപ്പേഴ്സ് ലംബോദറിന്റെ കൊടുത്തേക്കാം. അനിയന്റെ 2 ഒപ്പ്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. ഓക്കേ? അല്ല, ഇനിയും നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹമാണ് വക്കീൽ വാസുദേവ്. അയ്യോ, ഇതെന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റാൻ? അല്ല, ഇത്ര നേരത്തെ കള്ളു കുടിക്കാൻ പോയില്ലേ? ഓ, അതാണോ കാര്യം? ആ ഇന്ന് കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല. ആ വാസുവിനെയും കണ്ടില്ല. പിന്നെ ആ മുരുകനോട് കടം പറയാൻ എനിക്കൊരു മടി. ഞാൻ ഇങ്ങു പോന്നു. ആ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമില്ല അച്ഛാ. അച്ഛനൊന്നും കുടിച്ചിട്ടില്ല. ദാ 30 രൂപയുണ്ട്, പോയി കുടിച്ചിട്ട് വാ. പോരെ? മതി, ധാരാളം മതി. ഭാര്യയായാൽ ഇങ്ങനെ തന്നെ വേണം. അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താടി? അച്ഛൻ ആദ്യമായിട്ടല്ലേ കുടിക്കാതെ വന്നിരിക്കുന്നേ. അപ്പൊ അതെ കാശ് കൊടുക്കുന്നു പോയി കുടിച്ചിട്ട് വരാൻ. ഓ, കുടിച്ചില്ലെങ്കി അങ്ങേരെ എന്തിനു കൊള്ളാം? എടീ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആ മണം അടിച്ചാ ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. അതില്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ലടി. മനസ്സിലായോ? ഒരു ഉപദേശക്കാരി. പൊയ്ക്കോ. കൊള്ളാം, നല്ല അച്ഛനും അമ്മയും. മത്താച്ചേട്ടൻ ഇരിക്കുന്നില്ലേ? നമുക്കൊന്നിച്ച് കഴിക്കാം. കുഞ്ഞു കഴിക്ക്. ഞാനും കൂടെ ഇരുന്ന് തിന്നോട്ടോ. കുഞ്ഞേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മത്താച്ചേട്ടാ? ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എങ്കിലും ചിലതൊക്കെ കാണുമ്പോ പറയാതിരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. പറഞ്ഞോളൂ. വിദേശവാസം കൊണ്ട് കിട്ടിയ ശീലമായിരിക്കും മദ്യപാനം. ഇതിനു മുമ്പ് വിഷ്ണു ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇത്തവണ വളരെ കൂടുതലാണ്. വിഷ്ണുവിന്റെ നിലയ്ക്കും വിലക്കും ഇതൊട്ടും ചേർന്നതല്ല. ആഹാ, നല്ല ഇഡ്ലി. അല്ലേ ഓംസൂട്ടി? കുറച്ച് കൂടുതൽ കഴിച്ചു. മതി. മത്താച്ചേട്ടൻ ഇരിക്കുന്നില്ലേ? കാറിടിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ എങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്. ഇതാണ് സ്ഥലം. കാർ വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ട് ആവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലാണ്ട് വരണം. ചാടി ചാടി സൈക്കിൾ പിടി. ചാട്, വേഗം ചാടറേ. ചാട്. നീയൊക്കെ പോലീസാ? അയ്യോ, നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ? ആഗ്രഹിച്ചാ ഇതാ ഇങ്ങനെ കിടക്കും. എന്താണ്? ഡോക്ടറെ വിളിക്കുന്നു, ഡോക്ടറെ വിളിക്കും. അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കുക. എത്ര നാളും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത്
ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ. എന്തായാലും കുഷ്ഠരോഗം ആഞ്ഞ മതിയായിരുന്നു. കണ്ടക്ടറെ കമ്പൗണ്ടർ ആ രണ്ടൊന്നു തന്നെ. ഇവിടെ നോക്കി, ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യം ഒന്ന് തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്ക ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നുവടി കൊടുക്കൂലേ? അതൊരു ചന്ത ഉണ്ടാവില്ലേ അല്ലേ? അല്ല എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതാ ശങ്കര, കൊണ്ടുപോയിക്കോളൂ. ഇതേ ഉള്ള ഒരു പോതരവില്ലല്ലേ? ഓട്ട ഉണ്ടാന്തോ ശങ്കര ശങ്കര, വേഗം വയ്ക്കോളൂ. എന്താ ഇത്? ആ എന്താ പറ്റേ താമസിച്ചത്? താമസിച്ചു. പട്ടേ പാട്ടേ അല്ല, ഞമ്മള് മുതലാളി അങ്ങോട്ട് പോയി. പുള്ളി പ്രസിൽ നോട്ടീസ് അടിക്കാൻ വേണ്ടി പോയിരിക്കുക. ഒരു കൊല്ലായിട്ട് ഇത് അടിച്ചു കിട്ടിയില്ലേ? മൂപ്പര പ്രസിപ്പൊക്കെ ഞമ്മക്കത്ര പിടിക്കുന്നില്ല കേട്ടോ. എനിക്കും സംശയമില്ലാതില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വന്നേ വന്നേ. അല്ല കഞ്ഞി എടുക്കണോ? കഞ്ഞി ഇവിടെ വെക്കാം. പോയിട്ട് വരെ. ആ നിക്ക് നിക്ക് നിക്ക്. അല്ല, ഊണ് കഴിച്ചോ? വേണ്ട. ഇരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം. ഇരിക്കുന്നേ, ഇപ്പൊ വരാം. രോഹിണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രോഹിണിക്ക് എങ്ങനെയുള്ളവരാ ഇഷ്ടം? എങ്ങനെയുള്ളവരാന്ന് വെച്ചാ? ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇഷ്ടം? എനിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ടം. ഞാൻ എങ്ങനെയുള്ള ആളാ? മനസ്സിലായില്ല. ഞാൻ നല്ലവനോ ചീത്തയോ? നല്ലവനാന്നാ ഞാൻ കരുതിയിരിക്കണ. അപ്പോ 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 എന്നെ ഇഷ്ടാണോ? ഇല്ല, വിരോധ. അതെന്താ? വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക, ഒരു കപ്പ് കാപ്പി തരിക. അത് ഞാൻ വിളിക്കാം. അല്ല, ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ ആയാലെന്താ? എന്തേ ആലോചിക്കണേ? ഒന്നുമില്ല. ഇപ്പൊ വേണ്ട. ഞാൻ ഒരു ദിവസം വിളിക്കും. അന്ന് രോഹിണി വരണം. വരില്ല എന്ന് പറയരുത്. ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി. അതെയോ? പഴയ വലിയ തറവാടാ. നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക. വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ. എന്താ? ഒന്നുമില്ല. ഇതാണോ വീട്? ആ അല്ല, ആയിട്ടില്ല. നടന്നോളൂ. ഇത് തന്നെയാ വീട്. കാടും പിടലൊക്കെ പിടിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ട്? അല്ല, പണ്ട് ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടലവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. അപ്പൊ വരണം കേട്ടോ. உனக்கு பைத்தியம் பிடிச்சிருக்கா? என்ன மானம் கெடுத்துறதுக்காக மண்டைக்காட்ட கோயில கொடி போட்ட மாதிரி எடுத்து டெக்கரேட் பண்ணிருக்கேன். நீ என்ன பண்ண போற? இன்னையில இருந்து நான் ஜெட்டி போடும். என்ன? இன்னையில இருந்து ஜெட்டி தான் நான் போடுவேன். ஐயோ ராமராமா.
എന്ത് വേണം സാർ? എന്താ വേണ്ടേ? ഈ സാറിന്റെ സൈസിന് വേണ്ടി ചട്ടി എടുത്തു കൊടുത്തേ. സൈസ് എത്ര സാറേ? അത് വേണമല്ലേ? അതിപ്പോ സാറേ സൈസ് എത്രയാന്ന് പറഞ്ഞില്ല. തേങ്ങ അയ്യോ ഇനി വലിക്കല്ലേ. അയ്യോ നീ ആര് മകളാണ്? ഇന്ന് രണ്ടിലോ കാര്യം നിന്റെ കിട്ടനോട് പറ വാങ്ങിച്ചു തരാൻ. ഒന്ന് പറ മാഷേ. ഒന്ന് വലിക്കാറുണ്ടേ. എന്റെ മോളുടെ തുണി ഇത്രയും പറഞ്ഞു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവന്മാര് സ്ഥിരം ചടനാണ്. സെക്കൻഡ് ഷോ പോയാൽ മതിയായിരുന്നു. ഞാൻ മറ്റേ തലയിലിട്ട് ഞാൻ ഒരടി. ഞാൻ വരടെ കിഷേ. വരുന്ന തിങ്കളാഴ്ച ഉദയാസ്തമന വഴി നടത്തിയേക്കാമേ. ഉപദ്രവിക്കരുതേ, പരീക്ഷിക്കരുതേ. ഈശ്വര കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ. கடவுளே, நீ சிவத்து பெண்ணன் கையில இருந்து சம்பளம் வாங்க கூடாது. அவன் கொடுக்கறதுதான் வாங்கணும். அவன் எந்த விதமான தொந்தரவும் பண்ணக்கூடாது. പാട്ടിയമ്മ ഒരു വിശേഷം അറിഞ്ഞോ? എന്നാ? ഇന്നലെ രാത്രി ചേക്കേരിയുടെ പറമ്പില് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു അത്രേ. അവിടെ അമ്പലം കെട്ടാൻ പോവാ. നേരത്തേക്ക് രാത്രി കടവുൾ ഇങ്ങേയും വന്നാച്ച്. ഞാൻ എന്നെ കണ്ണാലെ പാത്താച്ച്. അതെയോ? ആമാ, ഒക്കത്തിനൊരു യോഗം വേണേ. വയസ്സുകാലത്ത് പാട്ടിയമ്മയുടെ ഒരു ഭാഗ്യം. நேத்து ராத்திரி நான் கடவுளை பார்த்தபோது உன்னை பாக்குற மாதிரியே இதுடா சுப்பு. நீ பிறந்தப்பவே நான் நினைச்சேன் உனக்கு என்னவோ ஒரு தெய்வீக சக்தி இருக்குன்னு. எனக்கு ஆபீஸுக்கு போக டைம் ஆச்சு. சீக்கிரம் காப்பி எடுங்க. இதோ போறேன் போறேன். ഈശ്വരൻ മമതാച്ചു പോലും. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് ചോദിക്കാൻ വയ്യെങ്കിൽ മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയും സ്വാമി. പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടലുള്ളമാർക്കേ പറ്റും. ശങ്കര ഒന്ന് സഹായിക്കണം. ഇനി എന്റെ സഹായിക്കാൻ ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര, ശങ്കര സ്വാമി ആ ലൈറ്റ് കണ്ട അത് വിൽക്കാനൊക്കില്ലേ ശങ്കര? വിൽക്കാനല്ലേ അത് ഞാൻ പറയണേള്. കണ്ണും പിണിയും കണ്ടുകൂടെ സ്വാമി. ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റ് ഉണ്ട്. അവിടെ പച്ച കത്തിയ പ്രേമം നടക്കും, ചെവല കത്തിയ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നുമില്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണും അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ. രണ്ടിലൊന്നും അറിയാവല്ലേ? അത് കൊള്ളാം ശങ്കര. സ്വാമിയുടെ കൈയൊന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉരുട്ട് ചെമ്പ് പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ്. ഇപ്പൊ ഇതേ ഉള്ളൂ. നാലെണ്ണയ്ക്ക് പാറ്റാഗുളിയെ വാങ്ങിച്ച് പാട്ടിക്ക് പഴഞ്ഞിയിൽ കുഴച്ച് കൊടുക്കേ. ഒഴിയട്ട് തരി. 4 എണ്ണമെങ്കിൽ 4 എണ്ണ വായു ഗുളിയെ വാങ്ങിക്കാവല്ലേ.